എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. അതായത് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു പഴയകാല ഓർമ്മയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഏതാണ്ട് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം. ഈ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1.5 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ഞങ്ങൾ പോണത് പാടത്തിൻ്റെ നടുക്കുകൂടിയുള്ള വരമ്പിലൂടെയാണ്. ഈ വരമ്പിൻ്റെ ഇരു സൈഡിലും ഒരാൾ പൊക്കത്തിൽ വളർന്ന് നിൽക്കുന്ന നെല്ലുകളാണ്. ഈ നെല്ലുകൾക്ക് നടുവിലൂടെയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ പാടത്തിൻ്റെ സൈഡിൽ ഞങ്ങളിവിടെയൊക്കെ മട്ടൽ എന്ന് പറയും. ഈ മട്ടലിൻ്റെ സൈഡിൽ ഈ ഓണപ്പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എന്തോ ഒരു ചുമല ബ്രൗൺ കളറിലെ പോലത്തെ നല്ലൊരു രസമുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് രാവിലെ സ്കൂളിലേക്ക് പോകുന്നത്. അത്തത്തിൻ്റെ തലേന്നാണ് സംഭവം. അപ്പോൾ ഇത് കണ്ടുപോയി ഞാൻ 4 വണ്ടി വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും മത്സര ഓട്ടം. അപ്പോൾ അന്ന് മറ്റേ കൂടയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ചേമ്പല പറിച്ച് ഈ പുഷ്പങ്ങളൊക്കെ പറിച്ച് അത്തപ്പൂവൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് വെള്ളം തളിച്ച് വെക്കും വാടാതിരിക്കാൻ. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ആ കുളിക്കടവിൽ നിന്ന് തന്നെ ഒരു ബക്കറ്റ് മണ്ണും എടുത്ത് വീട്ടിൻ്റെ വാതിക്കൽ കൊണ്ടുവന്നിട്ട് അത് നിരത്തിയിട്ട് അതിലാണ് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത്. ഇത് ഒരു കളം തീർത്തിട്ട് അതിൽ പൂ ഇങ്ങനെ ഇടും. അത് ഒരു ദിവസം പിന്നെ അത്തത്തിൻ്റെ അന്ന് ഒരു പൂ ഇടുന്ന ആൾക്കാരുണ്ടാവും, 2 പൂ ഇടുന്ന ആൾക്കാരുണ്ടാവും. അത് പൂ കിട്ടണ അനുസരിച്ചാണ് ഒരു കാര്യങ്ങൾ. അങ്ങനെ അത്തം, ചിത്തിര, ചോതി, വിശാഖ അങ്ങനെ നീണ്ടു പോകുമ്പോഴും ഓരോരോ പൂക്കളിങ്ങനെ കൂടിക്കൂടി വരും. അങ്ങനെ അത്തത്തിൻ്റെ അന്നും വൈകിട്ട് ഞങ്ങളുടെ അടുത്ത് നമ്മളുടെ ഒരു അപ്പൂപ്പൻ്റെ വീടുണ്ട്. അപ്പോൾ എല്ലാവരും വൈകിട്ട് കൂടുന്നത് അവിടെയാണ്. അവിടെ കൂടുകയെന്ന് പറയുമ്പോൾ അവിടെ പിന്നെ കൈകൊട്ടിക്കളിയുണ്ട്, കോലടിയുണ്ട്, നാടൻ പാട്ടുണ്ട്, കുടമുത്തുണ്ട്, മുടിയാട്ടമുണ്ട്. അങ്ങനെ ഒരുപാട് കളികൾ അവിടെ അന്ന് അരങ്ങേറുകയാണ്. അപ്പോൾ ഈ കളി കാണാൻ പുറത്തുനിന്നും അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് കൂടാതെ പുറത്തെന്ന് വെച്ചാൽ ഓരോ ചെറിയ ക്ലബ്ബുകാരുണ്ടാവും. അവർ നടത്തുന്ന ഓരോരോ പരിപാടികൾ. അപ്പോൾ അവിടെ സുന്ദരിക്ക് പൊട്ടുകുത്ത്, നാടൻ പാട്ട്, വടംവലി, വള്ളംകളി എന്നുവേണ്ട ഒരുമാതിരിപ്പെട്ട ഓണക്കളികളെല്ലാം അവിടെ ഉണ്ടാകും. അങ്ങനെ രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാടകം ആരംഭിക്കും. അങ്ങനെ നാടകം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും സമയം ഏതാണ്ട് 3-4 മണിയൊക്കെ ആകും. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നീണ്ടുപോകും. അങ്ങനെ ഓണം അടുക്കുമ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് പിന്നെ മാവേലിനെ ഒരുക്കും. കുറേ കുട്ടികൾ ചേർന്ന് മാവേലിനെ ഒരുക്കും. ഞങ്ങളുടെ ഇവിടെ ഞങ്ങണം പുല്ലെന്ന് പറയുന്ന ഒരു പുല്ലുണ്ട്. അതായത് നമ്മൾ തുമ്പപ്പൂവിനാലും കുറച്ചുകൂടെ ഇതാണ്. ആ പുല്ല് പറിച്ച് ഒരു കുട്ടിയുടെ മേല് മൊത്തം കെട്ടും. ശരീരഭാഗങ്ങൾ കാണാതെ മൊത്തം കെട്ടി മാവേലിയാക്കി എടുക്കും. അങ്ങനെ ഒരു വടിയും കുത്തിപ്പിടിച്ച് മാവേലി ഓരോ വീടുകളിലും അന്നൊരു പാട്ടുമുണ്ട്. മാവേലി വന്നേ തേ തേ ആണ്ടിലൊരിക്കേ തേ തേ തിരുവോണമുണ്ണാൻ തേ തേ. ഇങ്ങനെ ഓരോ പാട്ടുകൾ പാടിയാണ് ഓരോ വീടുകളിലും ചെല്ലുന്നത്. അതിന് മുമ്പ് നമ്മൾ ഈ ഓണം അടുക്കുന്നതിന് മുമ്പ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഓണം അടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവിടെ ഈ പറമ്പ് ക്ലീനാക്കുന്ന ഒരു പരിപാടിയുണ്ട്. പറമ്പ് ക്ലീനാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കാടുകളും ഇതും ഒന്നും ഉണ്ടാകില്ല. ഓണക്കൂമ്പൽ പറമ്പ് കിളച്ചിങ്ങനെ ഒരു കൂമ്പലായിട്ടിങ്ങനെ വെക്കും. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഐശ്വര്യമാണ്. അതെല്ലാ പറമ്പുകളിലും ഉണ്ട്. അപ്പോൾ ആ പറമ്പുകളും കാണാൻ പ്രത്യേക ഒരു ഐശ്വര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ ഇത് നമ്മൾ നടന്നു പോണ വഴിയൊക്കെ
നമുക്ക് നല്ല ക്ലീനായിട്ട് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അന്ന്. പക്ഷേ ഇന്ന് പൂക്കളില്ല, പാടങ്ങളില്ല, പറമ്പുകളൊക്കെ വീടുകളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ പഴയകാല ഓർമ്മ ഇനിയും ഉണ്ടാകുമോ, ആ പഴയകാല ഓണം ഇനിയും ഉണ്ടാകുമോ എന്നറിയില്ല. നിർത്തുന്നു. നന്ദി.